നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സജിലിറ്റി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പനി ടെക്നോളജി എനേബിൾഡ് സർവീസ് പ്രൊവൈഡറാണ്. അതായത് അമേരിക്കയിലുള്ള ഹെൽത്ത് കെയർ സെക്ടറിന് ടെക്നോളജി എനേബിൾഡ് സർവീസസ് അല്ലെങ്കിൽ ടെക്നോളജി സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ക്ലയൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, ഡയഗ്നോസ്റ്റിക് കമ്പനീസ്, ഇങ്ങനെയൊക്കെയുള്ള അമേരിക്കയിലെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് സർവീസസ് നൽകുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂ നവംബർ 5-ാം തീയതി മുതൽ നവംബർ 7-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് 2106.6 കോടി രൂപയാണ് കമ്പനി റേസ് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ അദാനി അടക്കമുള്ള വലിയ ചില ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ 366 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അവർ 2106.6 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ അദാനിയെ പോലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സിന് വലിയ താല്പര്യമുള്ള ഒരു കമ്പനിയാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ബാംഗ്ലൂരെ ബൊമ്മനഹള്ളിയാണ് അവരുടെ കോൺടാക്ട് അഡ്രസ്സായിട്ട് കാണുന്നത്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ഈ ഏതാനും ദിവസം മുമ്പാണ് സാജിലിറ്റി ഇന്ത്യ എന്നുള്ള ഈ കമ്പനി ഒരു പ്രസ്താവന നടത്തിയത്. അതായത് അവരുടെ സബ്സിഡിയറി കമ്പനിയായുള്ള സാജിലിറ്റി BV എന്നുള്ള കമ്പനി ഒരു 12.2 കോടി ഓഹരികൾ അവർ ചില വലിയ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുകയുണ്ടായി. അതിൽ 361 ഉണ്ട്, അവൻഡേഴ്സ് ഫ്യൂച്ചർ ലീഡേഴ്സ് ഫണ്ട് 2 ഉണ്ട്, പിന്നെ നമ്മുടെ ഗൗതം അദാനിയുടെ അദാനി പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരത്തിൽ വലിയ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 30 രൂപ വില വെച്ച് 360 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് അവർ വിറ്റഴിച്ചത്. ഈ 30 രൂപ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നടത്തുന്ന ഈ ഇഷ്യൂവിന് 28 രൂപ മുതൽ 30 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പർ ബാൻഡ് ആയിട്ടുള്ള 30 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂവിന് കുറച്ച് ദിവസം മുമ്പ് ഇത്തരത്തിലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സിന് ഓഹരികൾ വിറ്റിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 0.14% ആണ് അദാനി പ്രോപ്പർട്ടീസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 20 കോടി രൂപയുടെ അടുത്ത് വരും അത്. ഇനി സാജിലിറ്റി ഇന്ത്യയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ സാജിലിറ്റി BVയും സാജിലിറ്റി ഹോൾഡിങ്സ് BVയുമാണ് അവരുടെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഈ സാജിലിറ്റി BV എന്നൊക്കെയുള്ള വാക്കിലെ BV എന്ന് പറയുമ്പോൾ ഹിന്ദിയിലെ BV വൈഫ് എന്നുള്ള അർത്ഥമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അർത്ഥങ്ങളൊന്നുമില്ല. BV എന്നുള്ള 2 ആൽഫബറ്റ്സ് ആണ്. അതായത് 2 വാക്കുകളുടെ ആദ്യാക്ഷരങ്ങളാണ്. ബെസ്ലോട്ടൻ വെനൂസ് ചാപ്പ് എന്ന് പറയുന്ന ഡച്ച് വാക്കാണ്. അത് ഡച്ച് ഭാഷയിൽ അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണ്. അപ്പോൾ സജിലിറ്റി BV എന്നും സജിലിറ്റി ഹോൾഡിങ്സ് BV എന്ന് പറയുന്ന 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് ഇവരുടെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അതിൽ സജിലിറ്റി BV എന്ന് പറയുന്ന കമ്പനിയാണ് 70.2 കോടി ഓഹരികൾ ഇപ്പോൾ മാർക്കറ്റിൽ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. അങ്ങനെയാണ് ഈ 2106.6 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് മുഴുവൻ ആ കമ്പനി അല്ലെങ്കിൽ ആ പ്രൊമോട്ടറുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്, അല്ലാതെ കമ്പനിയിലേക്കല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ പിന്നെ ഈ ഇഷ്യൂ കൊണ്ടുള്ള പ്രയോജനം നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓഫർ ഫോർ സെയിൽ മാത്രമുള്ള എല്ലാ ഇഷ്യൂവിൻ്റെയും പ്രയോജനം എന്ന് പറയുമ്പോൾ കമ്പനി ലിസ്റ്റഡ് കമ്പനി ആകുന്നു. ഈ വഴിയിലൂടെ കുറേ ഇൻവെസ്റ്റേഴ്സിന് പുതുതായിട്ട് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ സാധിക്കുന്നു. കമ്പനിക്ക് കൂടുതൽ ആയിട്ട് മാർക്കറ്റിൽ ഒരു പ്രസൻസ് വരുന്നു എന്നുള്ളതും ഫ്യൂച്ചറിൽ പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ലിക്വിഡിറ്റി എന്നുള്ള കാര്യം വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഗുണങ്ങൾ കമ്പനിക്ക് ലഭിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സാജിലിറ്റി ഇന്ത്യ എന്ന ഈ കമ്പനി ബിർച്ച് AI എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൂടി അക്വയർ ചെയ്യുകയുണ്ടായി. ഈ ബിർച്ച് AI എന്ന് പറയുന്നത് AI പവേർഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് നൽകുന്നതിനുള്ള ക്യാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്പനിയെ അവർ ഏറ്റെടുത്തത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് 35,000-ൽ പരം എംപ്ലോയീസാണ്
കമ്പനിക്കുള്ളത്. അതിൽ 60% പേരും വനിതകളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, 1687 പേര് ഉയർന്ന സർട്ടിഫിക്കേഷൻസ്, ഈ ക്വാളിഫിക്കേഷൻ അത്യാവശ്യം വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തന്നെയാണ് എന്ന് കമ്പനി പറയുന്നുണ്ട്. അതിൽ ഈ 1687 പേരിൽ 374 പേര് മെഡിക്കൽ കോഡർ എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. 1280 പേര് നേഴ്സസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ ആണ്. അവർ അമേരിക്കയിലും ഫിലിപ്പൈൻസിലും ഇന്ത്യയിലുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 33 പേരെങ്കിലും ഡെന്റിസ്ട്രി, സർജറി, ഫാർമസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും ഉള്ളവരാണ്. പിന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലാണ് എന്നുള്ളതും പ്രത്യേകിച്ച് ഓർക്കണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു പോയിന്റ്സ് നോക്കാം. EPS 0.53 ആണ്, പി റേഷ്യോ 56.6, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 3.54%, NAV 15.03 എന്നാണ് കാണുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2022 ജൂൺ മുതലുള്ള ഒരു കണക്കാണ് ഇത്, 923.4. പിന്നെ 2023 മുതൽ നമുക്ക് ശരിക്കും നോക്കാം, 4218.4 കോടിയാണ് റവന്യൂ. 2024 4753.53 ആയിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. ഈ അറ്റത്ത് കാണുന്ന കോളം 2025 ആദ്യ ക്വാർട്ടറിലെയാണ്, അത് 1223.33 എന്നാണ്. അതുപോലെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും വളരെ മികച്ചതാണ്. 2023 143.57 കോടി രൂപയാണെങ്കിൽ 2024 ആയപ്പോൾ അത് 228.26 എന്ന നിലവിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് അടുത്ത 2024-25 ധനകാര്യ വർഷത്തെ ആദ്യ ക്വാർട്ടറിൽ 22.29 എന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റവന്യൂ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്ക് 12.7% റവന്യൂവിൽ വർധനവ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അറ്റാദായത്തിൽ 50% വർധനവാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ മികച്ച കണക്കുകൾ തന്നെയാണ്. പുറത്ത് മഴ തകർത്ത് പെയ്യാണ്, എനിക്ക് ഇതിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഞാനിത് ചെയ്യുന്നത്. എനിവേ നമുക്ക് തുടരാം. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, പിന്നെ IIFL സെക്യൂരിറ്റീസ്, ജഫ്രീസ് ഇന്ത്യ, പിന്നെ JP മോർഗൻ, ഇത്രയും പേരാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. പിന്നെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയുമാണ്. ഇനി നമുക്ക് സാജിലിറ്റി ഇന്ത്യയുടെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. നവംബർ മാസം 5 മുതൽ 7 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 28 രൂപ മുതൽ 30 രൂപ വരെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എംപ്ലോയീസിന്, സാജിലിറ്റി ഇന്ത്യയുടെ എംപ്ലോയീസിന് ഒരു ഓഹരിയിൽ 2 രൂപ അവർ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല. ഓഫർ ഫോർ സെയിൽ 2106.6 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മിനിമം ബിഡ് ചെയ്യാവുന്നത് 30 രൂപയാണല്ലോ ഇതിൻ്റെ വില. അതപ്പോൾ 500 എണ്ണം മിനിമം ബിഡ് ചെയ്യുക. അപ്പോൾ 500ൻ്റെ ഗുണിതങ്ങളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ 30 രൂപ എന്ന് പറയുമ്പോൾ അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഓഹരി തന്നെയാണ് ഇത്. റീറ്റെയിൽ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ 10% മാത്രമേ ഉള്ളൂ. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 10%, 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, 15% അവർ HNIസിനുമാണ് കൊടുക്കുന്നത്. 10%മേ ഉള്ളൂ റീറ്റെയിലേഴ്സിന്. നവംബർ 8 ആയിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത് എന്ന് നമുക്ക് കരുതാം. ഇതിൻ്റെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. ലിസ്റ്റിംഗ് എന്തായാലും നവംബർ 11 ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അമേരിക്കയിലുള്ള ക്ലയൻസിന്, അതായത് ഇൻഷുറൻസ് കമ്പനീസിനും ഡോക്ടേഴ്സിനും അത്തരത്തിലുള്ള ഹോസ്പിറ്റൽസിനും ഒക്കെയാണ് അവർ ഇവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2022 മുതൽ 2024 വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് വളരെ നല്ലൊരു വളർച്ചയാണ് കമ്പനിയുടെ ധനകാര്യത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഗ്രോത്ത് വളരെ പ്രോത്സാഹജനമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഫണ്ട് ഇപ്പോൾ കൈവശമുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്ര വലിയ നിർബന്ധം ഞാൻ പറയുന്നില്ല, എങ്കിലും അവർക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ സാജിലിറ്റി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും
ഒന്നും മടിക്കേണ്ട, വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം, ബൈ.